ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നേക്കുന്നതേ കൊറിയാണ്ടർ റൈസ് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ കൊറിയാണ്ടർ റൈസ് റെസിപ്പി. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാൻ പറ്റും. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ ചിരകിയത്, കശുവണ്ടി, ഒരു അര സ്പൂണോളം ഉഴുന്ന് പരിപ്പ്, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു സവാള, ഒരു മുട്ട. നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ റൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ബിരിയാണി റൈസ് ആണെങ്കിലും ഏത് റൈസ് ആയാലും മതി. പിന്നെ ഒരു പിടി മല്ലിയില. നമ്മൾ ആദ്യം എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇത്രയും കൂടി നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. 2 സ്പൂണ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കാൻ നോക്കുക. തേങ്ങ ചേർക്കുന്നത് വിട്ടു പോകരുത്. തേങ്ങ അതിന് നല്ല ടേസ്റ്റ് എടുത്തറിയാൻ പറ്റും. നമ്മൾ തേങ്ങയും കൂടി ചേർക്കുന്നതുകൊണ്ട് അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആവുന്നത്. ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണയേക്കാളും കുറച്ചുകൂടി ബെറ്റർ നെയ്യ് തന്നെ യൂസ് ചെയ്യുന്നത്. നെയ്യ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അതിലേക്ക് ഉഴുന്ന് പരിപ്പ്, അണ്ടിപ്പരിപ്പ്, സവാള ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക. സവാളയ്ക്ക് ഒരു ക്ലിയർ കളർ ആവുന്നിടം വരെ മൂപ്പിച്ചാൽ മതി. ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിനകത്തൊരു പച്ചക്കുത്തിൽ മാറുന്നിടം വരെ അതൊന്നും വഴറ്റിയെടുക്കുക. ഒരു 3 മിനിറ്റോളം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നോക്കുക. എന്നാലേ അതിൻ്റെ പച്ചമണം മാറി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മുട്ട ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ ചേർക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ വഴറ്റിയതെല്ലാം ഒന്ന് സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് നടുക്കായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് മുട്ടയിട്ട് ചിക്കി എടുക്കുക ചെയ്തത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ പക്ഷേ മുട്ട പൊട്ടിച്ചൊഴിക്കരുത്. അന്നേരം നമുക്ക് ആ ഒരു ഇതായിട്ട് കിട്ടത്തില്ല. നമുക്കൊന്ന് കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാനൊക്കെ കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം റൈസ് ഇടുക. 1, 2, 3 പ്രാവശ്യമായിട്ട് കുറേശ്ശെ റൈസ് ഇട്ട് ഇളക്കിയെടുക്കാൻ നോക്കുക. കാരണം ഇത് നമ്മൾ അല്ലാതിട്ട് ഫുള്ളിട്ട് ഇങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ റൈസ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഇട്ട് ഇളക്കിയെടുക്കുക. ഇത് ഒരുപാട് വെന്ത് പോയ ചോറ് വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറ് വേവിക്കുന്നതിൻ്റെ അത്രയും ഇത് വേവേണ്ട. ഇതിൽ കുറച്ചുകൂടി വേവ് കുറച്ചിട്ടിട്ട് വേണം വാർത്തിട്ടെടുക്കാൻ. എന്നിട്ട് വേണം ഈ റൈസ് ഉപയോഗിക്കാൻ. എന്നാലേ ഈ രീതിയിൽ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണിത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണേ. ഞാനിടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുകയും ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. തുടർന്നുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.